ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസിൻ്റെ പഞ്ചനുണ്ട്. അപ്പോൾ ഗൈസിന് എന്ന് ഞങ്ങൾ എത്തിയിട്ടുള്ള പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ കുറേ കുളങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ കാണിച്ചു തരാനാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് വീടിനോട്ട് ഇടന്നാലോ. അപ്പോൾ ഗൈസ് ഇതുണ്ട് ഫസ്റ്റത്തെ കുളം കാണാം. ഈ കുളത്തിൽ നിറച്ച് പായലാണ്. കുറച്ച് സ്ഥലത്ത് മാത്രം പായലില്ലാത്തുള്ളൂ. ഗൈസ് ഇതൊരു കുളമാട്ടോ. ഇത് ഇപ്പം എന്താണ്, ഇത് ആകെ പുല്ല് വളർന്ന പായലിൻ്റെ മേൽക്കൂടി പുല്ല് വളർന്നാണ് നിങ്ങൾക്ക് കാണാം. ഗൈസ് നമ്മൾ ഈ അടുത്ത കുളത്തേക്ക് ഈ വഴിക്ക് കൂടി ഇങ്ങനെ നമുക്ക് പോവാം. അഞ്ചനും ഉണ്ട് നമ്മളപ്പം അടുത്താ. ഗൈസ് ഇത് വേറൊരു കുളമാട്ടോ. ഇത് കൃഷിക്കൊക്കെ വെള്ളം എടുക്കൊണ്ടാണ്. ഇവിടെയുള്ള മിക്ക കുളങ്ങളിലും പായലൊക്കെ ഉണ്ട് കേട്ടോ. ഗൈസ് കാണാം, തേങ്ങയൊക്കെ ഉണ്ട് ഇതിൽ. ഗൈസ് ഇവിടെ ചെറിയ തോടുണ്ട് കേട്ടോ. തോട്ടിൽ നിറച്ച് മീനുകൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി കളിച്ചുകൊണ്ട് കാണാം. അപ്പോൾ ഗൈസ് ഇത് വേറൊരു കുളമാണ്. ഇതിലൊക്കെ മീനുകളുണ്ട് നിങ്ങൾക്ക് കാണാം. ഗൈസ് ഇത് വേറൊരു കുളം കേട്ടോ, നമുക്ക് കാണാം. നമുക്ക് ഇങ്ങനെ അടുത്ത കുളത്തേക്ക് പോവാം. പോവാൻ തോടൊക്കെ ഉണ്ട്. നമുക്ക് ഇങ്ങനെ അടുത്ത് പോവാം. ഗൈസ് ഇത് വേറൊരു കുളമാണ്. ഈ കുളത്തിൻ്റെ പേര് മിൽമാക്കുളം എന്നാണ്. മിൽമാക്കുളം എന്താ, ഈ കുളത്തിലൊക്കെ മീനുകളുണ്ട് കേട്ടോ. എല്ലാ കുളത്തിലും വെള്ള മീനുകളുണ്ട്. ഗൈസ് ഈ കുളങ്ങളൊക്കെ ഈ പാടത്തിൻ്റെ നടുവിലാട്ടോ. നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു വരമ്പത്തിൽ കൂടി ഇങ്ങനെ നടക്കുകയാണ്. കാണാം ഇവിടെ നിറച്ച് കവുങ്ങും തെങ്ങും ഒക്കെ കേട്ടോ. ഇങ്ങനെ നടക്കാം. നമ്മളെ ബാക്കിൽ നമ്മളെ അഞ്ചനുണ്ട്. ഗൈസ് ഈ കുളം പറഞ്ഞാൽ ഇവിടെ എടുത്തുള്ള പെരാൾക്കൊക്കെ വെള്ളം എടുക്കേണ്ട കുളം കേട്ടോ. കാരണം ഇത് ഫസ്റ്റ് കുളിച്ചിൻ്റെ കുളമാണ്. ഇപ്പോൾ ഇത് ഇങ്ങനെ പൂട്ടിക്കാണ്, കുളിച്ചലില്ല. നമുക്ക് കാണാം. ഇതിപ്പോൾ അവിടെ അയിമ വായിച്ചാൽ മനസ്സിലാവും നിങ്ങൾക്ക്.